തൃശ്ശൂർ പൂരം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് കൊട്ടിക്കയറുമ്പോൾ നമ്മൾ എല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കണ്ട് കേട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നത്. അതിൻ്റെ അതിൻ്റെ മുഴുവനും ഒറ്റയാളാണ് ഈ നിൽക്കുന്നത്. നമുക്ക് നമ്മുടെ ഒപ്പമുള്ള അനിയേട്ടനുണ്ട്. അനിയേട്ട, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അതുപോലൊരു സിംഫണിയാണല്ലോ നമ്മൾ ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ആ ഈ ലോകപ്രസിദ്ധമായ പൂരമാണ് നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ. തൃശ്ശൂർ മാത്രമല്ല, ലോകത്തിൽ മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പൂരമാണ്. അതിൻ്റെ പ്രധാന ഏറ്റാണ് എരിഞ്ഞിത്തറ മേളം, മടത്തിൽ നിന്നുള്ള വരവ്. അതാണ് കൂടുതൽ പ്രാധാന്യം. പിന്നെ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പൂരമാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പൂരത്തിലേക്ക് എല്ലാ ആസ്വാദകരെയും പൂരപ്രേമികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നാളെ നടക്കുന്ന മറ്റേ ചെറുപൂരങ്ങളും കുടമാറ്റം, വെടിക്കെട്ട്, പഞ്ചവാദ്യം, മേളം എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് ദേവീശനോട് പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അനിയേട്ട, ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിനകത്ത് ഇത് ഒരു കുറേ കണക്കുകളാണല്ലോ ശരിക്കും. ഇത് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ പോലും ആ സമയത്ത് ചില കാഴ്ചകൾ അത് എങ്ങനെ, അതിൻ്റെ ഒരു മാജിക് എങ്ങനെയാണ് ശരിക്കും? അല്ല, അത് ഇപ്പോൾ ഞാൻ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാലേ ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എത്ര സമയം വേണമെന്നുള്ള അറിയില്ലോ. അതനുസരിച്ച് അങ്ങനെ ചെയ്യും. അത് പിന്നെ ഈ മേളം എന്ന് പറഞ്ഞ കൂട്ടായ്മയാണ്. 10-250 ആൾക്കാർ ഒന്നിച്ച് ചെയ്യണതല്ല. അപ്പോൾ ആ സാഹചര്യങ്ങൾ നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടും ലേശം അങ്ങോട്ട് മുമ്പാക്കം കയറാം. സമയം വ്യത്യാസങ്ങൾ എന്തായാലും ഈ പറയുന്ന സമയത്തിലുള്ള കഴിവ് വേണമല്ലോ. അപ്പോൾ അപ്പോഴത്തരം അങ്ങനെ തീരുമാനിക്കാനുള്ള. പിന്നെ ഞാൻ ഇന്ന മാതിരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവില്ല. അവിടെ ചെല്ലുമ്പോൾ അപ്പം അങ്ങനെ തോന്നും. അത് അതുപോലെ ആസ്വാദകരോടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊരു ഇമ്പം കൂടുതൽ കിട്ടും. അപ്പോൾ അവർക്ക് ആസ്വാദം കൊടുക്കാൻ നമുക്കും സാധിക്കും. ഈ കലാകാരന്മാരെ വളർത്തലും തളർത്തുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏത് കലയിലും ആസ്വാദകരും മറ്റേ ദക്ഷിമാദ്യങ്ങളുടെയും വലിയൊരു പങ്കുണ്ട്. അത് നമുക്ക് എവിടം കിട്ടുന്നുണ്ട്. ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. മേളപ്രമാണിയായിട്ട് നിൽക്കുമ്പോൾ ഉള്ളൊരു ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണോ? ഇപ്പോൾ ടെൻഷനില്ല. ഞാൻ 62 വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ലേശം കുറേ കാലം വിട്ടുന്നല്ലായിരുന്നു. അപ്പം അങ്ങനെയൊന്നുമില്ല. പിന്നെ ദൈവം പിന്നെ എല്ലാം പറഞ്ഞില്ലേ, എന്താ നടക്കണമെങ്കിലും വടക്കംനാഥിന് തിരുമിനിറ്റ് വെള്ളം നടക്കണേ. വടക്കംനാഥിൻ്റെ അനുഭവം കൊണ്ടും പാർമക്കാവും തിരുമാടിയൊക്കെ അനുഭവം കൊണ്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ നടക്കും. നമ്മളെ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഇലഞ്ഞിത്തറ മേളത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നാളെ അതിൻ്റെ ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അനിയേട്ടനാണ് നമ്മുടെ ഒപ്പം ചേർന്നത്. അങ്ങനെ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള മേളങ്ങളുടെ, ആഘോഷങ്ങളുടെ, നിറങ്ങളുടെ, ശബ്ദങ്ങളുടെ ഒക്കെ വിസ്മയം തന്നെ തീർക്കുന്ന മേളം അതുതന്നെയാണ് പൂരത്തെ വ്യത്യസ്തമാക്കുന്നത്. അനിയേട്ടനാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നാളെ എന്തായാലും ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ ആ ഒരു മനോഹാരിത നമുക്ക് ആസ്വദിക്കാം. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ആ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില ആംഗ്യങ്ങൾ, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ താളം മാറ്റുക, അതിനുള്ള അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം എത്തിക്കുക, അതെല്ലാം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അനിയേട്ട ഒരുപാട് സ്നേഹം, സന്തോഷമുണ്ട്, ഒത്തിരി സ്നേഹം. അപ്പോൾ ഇലഞ്ഞിത്തറയിൽ നമ്മൾ നാളെ എന്തായാലും കാണും. അതാണ് ഈ അവിടെ നിന്നുള്ള വിശേഷങ്ങൾ. നമുക്ക് അവിടെ നിന്ന് നാളെ തന്നെ അത് നേരിട്ട് കണ്ട് ആസ്വദിച്ചറിയേണ്ടതാണ്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ അനിയേട്ടൻ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ. പൂരത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഓരോ സമയവും നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഓരോരോ കാലങ്ങളിലും അല്ലെങ്കിൽ ഓരോ സമയത്തും പൂരം അത് കൊടിയേറി കഴിഞ്ഞതിന് ശേഷം ഓരോ നിമിഷവും പൂരം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട, പൂരത്തെ പൂരമാക്കി മാറ്റുന്നതും അത് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പൂരത്തിന് നിരവധിയായിട്ട് വിശേഷങ്ങളുണ്ട്. ഭദ്ര, ഒപ്പം ഇപ്പോൾ ഇലഞ്ഞിത്തറ മേളത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു സിംഫണി എന്ന് തന്നെ ഏറ്റവും ഒരു 200ഓളം കലാകാരന്മാരെ നിർത്തിക്കൊണ്ട്, അപ്പം അനിയേട്ടൻ വളരെ കൂളായിട്ട് പറഞ്ഞു ഇപ്പം ടെൻഷനൊന്നുമില്ല എന്ന് പറയുന്ന. പക്ഷേ നമുക്കത് എങ്ങനെയാണ് ഇതുവർ മാനേജ് ചെയ്തെന്നൊരു സാധനം, അതാണ് നമ്മൾ പറഞ്ഞ് ചില കൈക്രിയകൾ കൊണ്ട് തന്നെ അത് എത്തിപ്പെടാൻ പറ്റുന്നുള്ളതാണ്.